ഹലോ, എല്ലാവർക്കും OCM മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അപ്പോൾ ഹോളി വീക്കാണ് കേട്ടോ. പെസഹ വ്യാഴാഴ്ചയാണ്. എന്താ നിമിഷം നമ്മുടെ പരിപാടികൾ? നമ്മൾ ഇന്നൊരു പെസഹ വിരുന്ന് ഒരുക്കാൻ പോവാണ് ആദ്യമായിട്ട്. അതായത് ഇത്രയും നാളും നമുക്ക് നമ്മുടെ പാരൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരൊക്കെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ തവണ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ അപ്പം, ഇൻട്രിയപ്പവും കുരിശപ്പവും പാലും ഒക്കെ ഉണ്ടാക്കാനുള്ള വട്ടയപ്പവും ആദ്യമായിട്ട് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നിങ്ങളെയും കൂടെ ഞങ്ങൾ അതിൽ പങ്കുചേരാനായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇൻട്രിയപ്പത്തിൻ്റെ മാവൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇൻട്രിയപ്പം ഓരോന്നും ഇലക്കകത്താക്കി അതിനകത്തോട്ട് വെക്കണം. ഭയങ്കരമായിട്ട് എക്സ്പേർട്ട് ഒന്നും അല്ല, പക്ഷേ നമ്മൾ ഭക്തിയോടും അതായത് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പം നമുക്കൊരു പ്രത്യേക ഇതാണ്. അതിന് ശരിയാവും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുവാണ്. അതെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ മിറക്കുട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. മിറക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് ചെറിയൊരു പരിപാടിയുണ്ട്. ഈസ്റ്റർ ആഘോഷമാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. പിന്നെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ വരെ അവർക്ക് അവധിയാണ്. അപ്പോൾ ഇന്നാണ് മിറക്കുട്ടൻ്റെ സ്കൂളിൽ ഈസ്റ്ററിന്റെ ആഘോഷം. അപ്പോൾ അതിന് നമ്മളെ 3 മണിക്ക് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2:45 പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലേ? അതെ, ജിജി അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അതെ, അമ്മയുടെ റെസിപ്പി അമ്മ യൂട്യൂബിൽ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ എവിടെ നോക്കണ്ട. അമ്മയുടെ OCM ഫാമിലി വ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് നോക്കിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇലയൊക്കെ ഞങ്ങളുടെ സ്വന്തം വാഴയിൽ നിന്ന് കുറച്ചൊക്കെ കീറാത്തൊക്കെ നോക്കി ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രാവശ്യം ദൈവം സഹായിച്ച് നമ്മുടെ സ്വന്തം വാഴയിൽ നമുക്ക് ഇല എടുക്കാൻ പറ്റിട്ടോ. കീറിപ്പോയി. അതെ, ഓക്കെ. അപ്പൊ ആദ്യം ഒന്ന് എണ്ണ നന്നായിട്ടൊന്ന് ചീറ്റിക്കുവാണ്, സ്പ്രേ ചെയ്യുവാണേ. നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബോളല്ലേ നമ്മൾ നടുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഈ വാഴയിലേയും കൊണ്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ പരത്താനായിട്ട്. ഇങ്ങനെ മടക്കി വെക്കുക കേട്ടോ. ഒരെണ്ണം റെഡിയായി. രണ്ടാമത്തെ എടുക്കുവാണേ. നാല് സൈഡ് നമ്മൾ മടക്കുവാണേ. നന്നായിട്ട് ഇങ്ങനെ കോർണർ ടു കോർണർ ഇങ്ങനെ. നമ്മൾ ആദ്യം പരത്തേണ്ട കാര്യമില്ല കേട്ടോ. ഇതുപോലെ 4 സൈഡും മടക്കി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാതുണ്ടോ. നല്ല ഇതായി. ഞാൻ ഹാൻഡ് ഓവർ ഇതിന് കുറച്ച് ചാന ഉണ്ടാക്കാൻ പോകും. എല്ലാരും കൂടെ കൂടി വിരുന്ന് ഒരുക്കണം എന്നാണ് കേട്ടോ പറയുന്നത്. പെസഹ വിരുന്ന് ഞാൻ നിമിഷേനെ ഒന്ന് സഹായിച്ചേക്കാം അല്ലേ നിമിഷ? ഓക്കെ, താങ്ക് യു. നിമിഷ ചെയ്തപ്പോ ഞാൻ എളുപ്പമെന്നാട്ടോ വിചാരിച്ചു. അത്ര എളുപ്പമല്ല. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലിപ്പം നമ്മൾ പയ്യാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2 സെറ്റായിട്ട് ഇടാം അല്ലേ നിമിഷ? കുറച്ച് ഗ്യാപ്പ് ഇടണമെന്ന് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പം ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഉണ്ടാക്കാം. എന്താ നിമിഷ? അപ്പം നമ്മുടെ ഇൻട്രിയപ്പം വെന്തിട്ടുണ്ട് ചായ. ആണോ? ഇലയുടെ കളർ പറഞ്ഞത് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഒരു സ്പൂൺ വെച്ചിട്ടുണ്ടോ ഒന്നും തൊടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു സെറ്റിന്റെ മേളിൽ നമ്മൾ 2 സ്പൂൺ വെച്ച് ഇങ്ങനെ ഒരു ആവി കയറുള്ളൂ കേട്ടോ. കളർ മാറിയതുകൊണ്ടോ നന്നായിട്ട് നന്നായിട്ട് ആടി. നല്ല നമ്മുടെ ആ ഇൻട്രിയപ്പത്തിന്റെ മണമൊക്കെ വരുന്നുണ്ട്. സൂപ്പർ മണമല്ലേ വരുന്നത്. ഞങ്ങൾ അങ്ങനെ നമ്മുടെ മിറക്കുട്ടനെ വിളിക്കാനായിട്ട് പോവാണ് കേട്ടോ. കുറച്ച് ലേറ്റ് ആയി. 3 മണിക്കായിരുന്നു പരിപാടി. 3:05 ആയിട്ടോ. 3:05. നമുക്ക് ഇവിടെ 5 ഉള്ളൂ. പരിപാടി കാണാൻ പറ്റുമെന്ന് അറിയില്ല. കൊച്ചിനൊരു സന്തോഷം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പോകുന്ന അന്ന് അവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നാണ് മാഡംസ് ഒക്കെ പറഞ്ഞത്. അവിടെ ചെല്ലുമ്പോ അറിയാം കേട്ടോ. അവള് നമ്മളെ കാണുമ്പോ നമ്മുടെ അടുത്തേക്ക് ഓടി വരുമോന്നും അറിയത്തില്ല. ചെല്ലുമ്പോഴേ കാണാം. സന്തോഷമായിരിക്കും അതാണല്ലോ അല്ലേ? ഓ കുഞ്ഞു പിള്ളേരാണ്. അയ്യോ ഈസ്റ്റർ പണി. കഴിക്കണേ. What are you eating, Mira? ഓരോ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈസ്റ്റർ പരിപാടിയൊക്കെ കഴിഞ്ഞ വീട്ടിലേക്ക് പോവാം. ട്രീ ഉണ്ടായിരുന്നേ കലക്കാനല്ലടി.
എല്ലാവരുടെ പേരൻസും വന്ന് ഭയങ്കര രസമാണല്ലേ. നമ്മള് വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങളോർത്തു ഞങ്ങള് മാത്രമേ ഉണ്ടാവും. ഞാൻ പറയാം ഇത് നമ്മള് മാത്രമേ പതുക്കെ പോയാൽ മതി. അവിടെ ചെന്നപ്പോ തന്നെ എന്തോരം ആൾക്കാരാന്നറിയാമോ, എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. പോയില്ലായിരുന്നെങ്കിൽ പിള്ളേർക്ക് വിഷമാവും കേട്ടോ. അയ്യോ റീവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടോ. റീവിന്റെ ക്ലാസ്സിൽ നിന്ന് അവര് അടുത്ത പ്രാവശ്യം പോകാലോ. അടുത്ത പ്രാവശ്യം ഈസ്റ്റർ ബണ്ണി ആയിട്ട് റീവൂട്ടിന് വരാല്ലേ മീറ? യെസ്. നമ്മൾ മിറക്കൊണ്ട് എന്തായാലും വിളിച്ചുകൊണ്ടൊക്കെ വന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആശാട്ടി ഉടനെ പുറത്തേക്ക് ഇറങ്ങി കുതിരയുടെ മണ്ടേ കയറണം എന്ന് പറഞ്ഞിട്ടാണ്. ഹലോ, നീ വരുന്നില്ലേ മീറ? അയ്യോ നമുക്കിനി വട്ടയപ്പം ഉണ്ടാക്കണം, കുരിശപ്പം ഉണ്ടാക്കണം. കേറി വാ. ഞങ്ങൾ ഇപ്രാവശ്യം വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിലാണ് കേട്ടോ. ഇതെന്താ സാധനം? ഞാൻ മറന്നുപോയി. ബ്രയോഷി സ്വേൾ എന്താ സംഭവം അറിയത്തില്ല കേട്ടോ. എന്താണേലും ഞങ്ങൾ അത് മേടിച്ചു. പക്ഷെ അത് സ്പെഷ്യൽ ആണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ശരിക്കും ഞങ്ങൾ മേടിച്ചത്. ഞങ്ങൾക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ പാത്രമില്ല കേട്ടോ. വട്ടയപ്പം ഞങ്ങൾ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കുഴപ്പമില്ല, മിറക്കൂട്ടിന് സ്കൂളിൽ നിന്ന് വന്നതല്ല, നമുക്ക് അത് മുറിച്ച് കൊടുക്കാം. ഇത് കഴിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് നമുക്കൊരു പീസ് കൊടുക്കാം. കഴിക്കുന്നതല്ല, ഓൾറെഡി വയറ് നിറഞ്ഞിരിക്കുന്ന അവള് കഴിച്ചതാ. എന്തായാലും ഒരു പീസ് നമുക്ക് അത് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വട്ടയപ്പം നമുക്ക് ഇതിന്റെ അകത്ത് വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിന്റെ മാവ് ഒഴിച്ച് മാവൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വഴിയെ കാണിക്കാം. വട്ടയപ്പം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. വട്ടയപ്പം നമ്മള് മാവൊക്കെ റെഡിയാക്കി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ നന്നായിട്ട് പൊങ്ങിയില്ലേ ചായ? ഓ അടിപൊളി. ഇത്ര ആയില്ലേട്ടോ, ഞാൻ നേരത്തെ ഇതിന്റെ പകുതി. ഞങ്ങൾ ഇന്നലെ രാത്രി അരച്ചു വെച്ചാണ്. അരച്ചില്ല, നമ്മള് അരി ഇട്ട് വെച്ചതാണ്, വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ അരച്ചു. ഇത് കൊണ്ട് നന്നായിട്ട് പൊങ്ങിയിട്ട് സൂപ്പർ വട്ടയപ്പായിരിക്കും പ്രതീക്ഷിക്കുന്നത്. വട്ടയപ്പാണ് കേട്ടോ. പിന്നെ ആ ഫോൾഡർ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതാക്കട്ടെ നമ്മുടെ പാത്രത്തിൽ കേറാനായിട്ട്. നമ്മൾ 2 തവണയായിട്ട് ചെയ്യണമായിരിക്കും. 2 തവണയായിട്ട് ഉണ്ടാക്കണം. ചെറിയ വട്ടയപ്പം ഉണ്ടാക്കിയാൽ മതി. ഇച്ചിരി നെയ്യ് ഒന്ന് തൂക്കി കൊടുക്കുവാണേ. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ടാൽ മതി അല്ലേ? എണ്ണ തൂവിയാലും മതി. എണ്ണയോ എന്തായാലും മതി. നെയ്യും ബട്ടറും ആണല്ലോ സാധാരണ സ്പ്രെഡ് ചെയ്യുന്ന സാധനം കാണാനല്ലോ. അതുകൊണ്ട് ഇച്ചാൻ കൈ കൊണ്ടൊക്കെ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്നോ. ഇത് ഒരുപാട് ഉണ്ട് കേട്ടോ. ദൈവമേ, ഒന്ന് ഇളക്കി വെച്ചാ നമുക്കൊന്ന് പയ്യെ ഒന്ന് ഇളക്കി. ഇളക്കുമ്പോ ഇതായി ചെറുതായി. ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. ഒരു പ്രാവശ്യം ഇളക്കണ, ഒറ്റ പ്രാവശ്യമായിട്ട് ഇളക്കാവുള്ളൂ. അപ്പൊ ഇത് ചെറുതായി പോകുന്ന എനിക്ക് അറിയത്തില്ലായിരുന്നു. പത വന്നല്ലേ. ഒരുപാടാവാതെ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിക്കവാറും 2-3 ഉണ്ടാക്കാൻ കാണുമായിരിക്കും. 2-3 ഉണ്ടാക്കാനുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസും വേണ്ട? അതും അത് വേണം. അതില്ലാത്ത പരിപാടി തന്നെ അവളല്ലേ. അടച്ചു പോകല്ലേ. ഇച്ചാനിപ്പം വട്ടയപ്പം റെഡിയാക്കി. ആ സമയം കൊണ്ട് ഞാൻ ഇനി പാലുണ്ടാക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വട്ടയപ്പം സക്സസ് ആയി കേട്ടോ. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. നിമിഷം ഇപ്പൊ പാലുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതെ, പാലുണ്ടാക്കാൻ ഞങ്ങൾ ഇവിടെ തേങ്ങാപ്പാൽ നേരിട്ട് എടുത്തേക്കാണ് കേട്ടോ. സാധാരണ നമ്മൾ തേങ്ങ ചെറുകിട്ട് അതിൻ്റെ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയാണ് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് നമ്മുടെ തേങ്ങാപ്പാല് നേരെ കോക്കനട്ട് ക്രീം വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ശർക്കര ഞാൻ ഓൾറെഡി അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. പാലൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ എങ്ങനെ ഈശപ്പാൽ ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ ഒരു ഹോളി വീക്കിൽ, പ്രത്യേകിച്ച് പെസഹായ്ക്ക് നമ്മള് പെസഹ വിരുന്നിന് നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ പാല്, കുരിശപ്പം, ഇന്ദ്രിയപ്പം അല്ലേ? ഇന്ദ്രിയപ്പം പിന്നെ വട്ടയപ്പം. വട്ടയപ്പം ഓപ്ഷണൽ ആണ് കേട്ടോ, വേണ്ടവർ മാത്രം ഉണ്ടാക്കാറുള്ളൂ. ഞങ്ങളൊരു കൊതിയും കൊണ്ട് ഉണ്ടാക്കി പോയതാണ്. സൂപ്പർ ആയിട്ടോ, സൂപ്പർ നന്നായിട്ട് ഉണ്ടായി വന്നു എന്നുള്ളതാണ്. പെർഫെക്റ്റ് അല്ലേ? നല്ല സോഫ്റ്റ് വട്ടയപ്പാണ്. ഞങ്ങൾ അവിടുന്ന് ഇച്ചിരി കാണാൻ പറ്റില്ലാത്തവിടുന്നൊക്കെ ഞുള്ളു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഏലക്കയും ഇഞ്ചി പൊടിയും ഇല്ലാത്തതുകൊണ്ട് ചൊക്കിന് പകരം ഉണക്കി ഇഞ്ചി രാവിലെ നമ്മൾ ഉണക്കാൻ വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഉണക്കിയിട്ട് നമ്മൾ പൊടിച്ചാണ് ഇതിൻ്റെ അത് ചേർക്കുന്നത്. അതൊക്കെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആട്ടോ. അങ്ങനെ പാല് അവസാനവട്ട പരിപാടിയിലേക്ക് ആവാറായല്ലേ? ഞാൻ ഒരു കുരിശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ ഓശാനിക്ക് കിട്ടിയ കുരിശാണ് കേട്ടോ. ഇത് തീരാറായ സ്ഥിതിക്ക് ഇത് കുരിശും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വട്ടയപ്പം ലാസ്റ്റ് വട്ടയപ്പം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുരിശപ്പം കൂടെ ഉള്ളൂ. പാലും റെഡിയായി, ഇന്ദ്രിയപ്പം റെഡിയായി, ഇനി കുരിശപ്പം കൂടെ ഉള്ളൂ കേട്ടോ. നമുക്കൊരു ഗിഫ്റ്റ് ഒരാൾ അയച്ചു തന്നു കേട്ടോ. അപ്പൊ അതെന്താണെന്ന് തുറന്ന് നോക്കിയിട്ട് പറയാമോ, നിങ്ങളെ കൂടെ കാണിക്കാവേ. അതെ, ഈസ്റ്ററിന് ഞങ്ങൾക്കൊരു
സർപ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടൊരു ബുക്കാണെന്ന് തോന്നല്ലേ ചാ? ബുക്കാ, ശരിയാ. വായന തീരെ കുറവല്ലേ? വായനാശീലം എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു. പ്രത്യേകിച്ച് മലയാള അക്ഷരങ്ങളൊക്കെ മറന്നു പോയി തുടങ്ങിയോന്ന് തന്നെ ചെറിയ സംശയമുണ്ട്. അങ്ങനെയല്ല, മറന്നുപോയിട്ടൊന്നുമില്ല. നമ്മളിപ്പോ അങ്ങനെയൊന്നും നീ ഒരു 4 വാക്കൊന്ന് എഴുതി നോക്കി, അപ്പൊ നിനക്ക് മനസ്സിലാവും മറന്നോ ഇല്ലയോ എന്ന്. നമ്മൾ എഴുതുമ്പോഴാണ് മനസ്സിലാവും. ഞാൻ ഇന്നാളെ എന്തൊരു കാര്യത്തിന് വേണ്ടി ചുമ്മാ മലയാളം എഴുതി നോക്കിയപ്പോഴത്തേക്കാണ് നമ്മൾ പകുതി ചില അക്ഷരങ്ങളൊക്കെ കഷ്ടിച്ചായിട്ട് വരുന്നത്, ഓർത്തെടുക്കുമ്പോഴത്തേക്കും വരും. കേട്ടോതെ നല്ലൊരു പാക്കിംഗ് ഒക്കെ ആയിട്ട് വന്നേക്കണം കേട്ടോ. അതോടെ തുറക്കട്ടെ. താങ്ക് യു കാർഡൊക്കെ ഉണ്ട്. താങ്ക് യുവിൻ്റെ ഒരു ചെറിയൊരു ലോക്കറ്റ് പോലെ ഉണ്ട് കേട്ടോ. എഴുതിയേക്കുന്നത് ഞാൻ വായിക്കാം കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു നല്ല പുസ്തകം വായിക്കുന്നത് ഒരു പുതിയ ലോകത്തേക്ക് യാത്ര പോകുന്നത് പോലെയാണ്. വരൂ, വായനയുടെ ലോകത്തിലൂടെ ഒരുമിച്ച് യാത്ര തുടരാം. സ്നേഹത്തോടെ ബോധന ബുക്ക് ഷെൽഫ്, ഓസ്ട്രേലിയ. ഓക്കെ, അടിപൊളിയാണല്ലോ. അടിപൊളി, സൂപ്പർ. നല്ലൊരു തൂവലൊക്കെ വെച്ചേക്കും, നല്ല ഭംഗിയല്ലേ? കളർ ഫെദർ, നല്ലൊരു ഫെദർ. ഞങ്ങളുടെ ഈസ്റ്റർ ഗിഫ്റ്റ് അങ്ങനെ ഇതാണ് ഇപ്രാവശ്യം. ഞങ്ങളുടെ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് എടുത്തൊരു ഡിസിഷനാണ്. പുസ്തകം വായിക്കാൻ തുടങ്ങാം അല്ലെ നിമിഷ? പുസ്തകം ഞങ്ങൾക്ക് വായന വളരെ കുറവാണ്. അവിടെ ഒരാൾ ഹാപ്പി സ്റ്റോറി എന്ന് ഇതാണ് കേട്ടോ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നോവലാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് അയച്ചതെന്നാണ്. ഗിഫ്റ്റ് ആയിട്ട് അയച്ചതെന്ന് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഈ കാണുന്നത് ബോധന ബുക്ക് ഷെൽഫ് എന്ന് പറയുന്ന. എനിക്കൊരു ഇത് വായിച്ചപ്പോ നല്ല രസം കേട്ടോ. നമ്മള് കഥ പോലെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. കഥ നമുക്ക് എല്ലാരും എന്താ പറയാ വീഡിയോയിലൂടെ കാണിക്കണ്ട, നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കാം കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓസ്ട്രേലിയയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഏത് മലയാളം പുസ്തകം വേണമെങ്കിലും, അതായത് ഇവർക്ക് വലിയൊരു ലൈബ്രറി തന്നെയാണ് കേട്ടോ. കുറെ കളക്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അവരുടെ ലിസ്റ്റിലുള്ള ബുക്ക് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ ലിസ്റ്റിലുള്ള ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും വാട്സപ്പിലൂടെയും എന്താ പറയുക അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കേട്ടോ, പർച്ചേസ് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഏതായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഈസ്റ്റർ ഗിഫ്റ്റ് ആയിട്ട് അവർ അയച്ചു തന്നാണ് ബുക്ക്. ഉറപ്പായിട്ടും വായിക്കുന്നതായിരിക്കും. കൊതി തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഭയങ്കര ഒരു രസം. കുറെ നാളെ ഇങ്ങനെ മലയാളത്തിന്റെ നമ്മുടെ ഇതൊരു മലയാളം പുസ്തകമൊക്കെ വായിച്ചിട്ട്. ജീന ഷൈജു എന്നാണ് കേട്ടോ നമ്മുടെ ആളുടെ പേര്, ഈ ബിസിനസ് നടത്തുന്ന ആളുടെ പേര്. ജീനയാണ് എന്നെ കോൺടാക്ട് ചെയ്ത് കേട്ടോ. ഹസ്ബൻഡ് ഒരു ഷൈജു കോൺടാക്ട് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് നോക്കി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാട്സ്ആപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ എടുത്ത് നോക്കുക. ഏത് ബുക്കാണെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് അവർ എത്തിച്ചു തരും കേട്ടോ. നമുക്ക് നല്ല സൂപ്പർ ആയിട്ടല്ല അവർ നല്ല പാക്കിങ്ങും ഉണ്ടാവും, നല്ല അടിപൊളി സാധനം, താങ്ക് യു കാർഡും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതെ, തകർക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു ഫോർ ദി ഈസ്റ്റർ ഗിഫ്റ്റ്. അല്ലെ, നമ്മുടെ കുരിശപ്പം വെക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കുരിശപ്പം നമ്മൾ ഈ നമ്മളോട് മാവ് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രഹത്തിന് മാവ് തന്നെ കേട്ടോ. നമ്മൾ വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അതെ, ഇച്ചാണ് നിർബന്ധം ഇങ്ങനെ ആവി കെട്ടി തന്നെ എടുക്കണം. ഞങ്ങൾ ഒരിക്കലും ചുട്ടെടുത്ത് കഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സാധാരണ ഒരുപാട് പേര് ചുട്ടെടുത്ത് കഴിക്കാറുണ്ട്. ചുട്ടെടുക്കാം കേട്ടോ നമുക്ക്. ഞാൻ പറഞ്ഞു നമുക്കൊരു വെറൈറ്റി ആയിട്ട് അട ചുടുന്ന പോലെ നമുക്ക് അങ്ങനെ ചുട്ടെടുപ്പ്. ഇച്ചാൻ പറഞ്ഞ വേണം ഇച്ചാൻ ഇങ്ങനെ ആവി കെട്ടണം നിർബന്ധം. കുരിശ് വെക്കോട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കുരിശ് വെക്കാം. ദൈവമേ എല്ലാവർക്കും നന്മ വരട്ടെ അല്ലേ. എല്ലാവർക്കും നമ്മൾ റീവൂട്ടിനെ ഓർത്തോണ്ട് അല്ലേ, റീവൂട്ടിനെ മെർക്കുട്ടിനെ ഓർത്തോണ്ട് നിൽക്കാറോട്ടോ. മെർക്കുട്ടാ ഡാഡി കുരിശ് വെക്കും കേട്ടോ. യെസ് 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 നമ്മൾ വെക്കുവാണേ. ഇത് നമ്മുടെ പെസഹാവിരത്തിനുള്ള ഫുഡുകളൊക്കെ റെഡി ആയിട്ടോ. ഞങ്ങൾ പ്രൗഡ്ലി ഉണ്ടാക്കിയതാണ് ആദ്യമായിട്ട്. ഇങ്ങനെ ഒരിക്കലും വരുമെന്ന് വിചാരിച്ചില്ല അല്ലേ. ഒരാൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇത് വട്ടയപ്പം, നമ്മുടെ പാല്, ഈശോ പാല്, പിന്നെ കുരിശപ്പം, ഇത് ഇൻട്രിയപ്പം, പിന്നെ ചെറുപഴം. ഇതൊരു നമ്മൾ നേരത്തെ കാണിച്ച സംഭവം കേട്ടോ. മറ്റേ ബ്രീഷ്യോ ബണ്ണെന്ന് പറഞ്ഞ സൈസ് ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങളത് ഒന്ന് നമ്മുടെ ടേബിൾ ഒന്ന് നിറയെ ശരി ടേബിൾ ഒന്ന് നിറയാനായിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതൊരു ബക്കലാവിയാണ് കേട്ടോ. ഇതൊരു എന്താ പറയാ ഗ്രീക്ക് സ്വീറ്റ് ആണ്, അറബിക് സ്വീറ്റ് ആണ്. banana peel and put some banana pickle rice to it and then put some
in the cake. വെരി ഗുഡ് ഒക്കെയാണോ പറഞ്ഞത്? നമ്മുടെ പാലെടുക്കാനായിട്ടുള്ള ഒരു കുഞ്ഞ് ഗ്ലാസും വെച്ചിട്ടുണ്ട് കേട്ടോ. 3 ഗ്ലാസ് കേട്ടോ വെച്ചോളൂ. റീബോട്ടിന് ഗ്ലാസ് കൂടെ വെക്കേണ്ടതാണ്. പക്ഷെ ഒരുപോലത്തെ ഈ 3 ഗ്ലാസ് എനിക്ക് കിട്ടിയോളൂ കേട്ടോ. നിമിഷം ഞാനെന്നാ അപ്പം മുറിക്കട്ടെ നമുക്ക്. മുറിക്കാൻ പറഞ്ഞ കുട്ടാ. നമ്മള് പ്രാർത്ഥിച്ചോണ്ട് നമുക്ക് അങ്ങനെ നമ്മുടെ അപ്പം മുറിച്ച് നമുക്ക് നമ്മുടെ പെസഹ ആഘോഷിക്കാം അല്ലേ കേട്ടോ. ഇന്നലെ പ്രാർത്ഥിക്കാൻ പോവാണ്. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സർവ്വത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കഴിക്കാം. യെസ്, ഞാൻ മുറിച്ച് തരാൻ വെച്ചു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അല്ല മോനെ. കേക്കാന്ന് ഓർത്തോണ്ട കേട്ടോ. നിമിഷം നമുക്കൊരു ഇൻട്രിയപ്പം മുറിച്ച് എടുക്കാമല്ലോ. നിമിഷം നീ ഇപ്പോൾ ഒന്ന് കഴിച്ചോട്ടോ. ഞാൻ എല്ലാവരും ഒന്ന് കാണിക്കാനായിട്ടാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഇൻട്രിയപ്പം എന്ന് പറയും അല്ലേ. ഇൻട്രിയപ്പം എന്ന് പറയും. ഇത് നമ്മളിങ്ങനെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുറിച്ച് പാലിലൊന്ന് മുക്കി കഴിക്കണം കേട്ടോ. കുരിശപ്പൊക്കെ പാലിൽ മുക്കി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് മുറിച്ചെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലേ. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരം കേട്ടോ. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒരു എന്തൊരു സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഭയങ്കര നിന്റെ നിമിഷ ഓർത്തഡോക്സ് കാരിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ ഒരു നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എനിക്കിത് ഇങ്ങനെ വലിയ പരീക്ഷ ഞങ്ങൾ ഏതായാലും ഇപ്രാവശ്യം ഉണ്ടാക്കിയത് എല്ലാം നല്ല ടേസ്റ്റ്. അതായത് ഇൻട്രിയപ്പൊക്കെ അമ്മ ഉണ്ടാക്കുന്ന ഇൻട്രിയപ്പത്തിന്റെ അതേ ടേസ്റ്റ്. കുരിശപ്പവും വട്ടയപ്പവും ഒക്കെ ഏതായാലും ഭയങ്കരമായിട്ട് സക്സസ് ആയി. പാലും സൂപ്പർ പാലാണ്. പക്ഷെ അമ്മയുടെ പാല് ഭയങ്കര ടേസ്റ്റാ. അമ്മ ഉണ്ടാക്കുന്ന പാല് കേട്ടോ. അപ്പൊ അതെ അതുപോലത്തെ ആ ടേസ്റ്റ് എല്ലാം നമുക്ക് ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഏതായാലും ഇത് നല്ലൊരു എന്താ പറയാ വിശുദ്ധമായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്തു കേട്ടോ. നമുക്ക് നല്ലൊരു പാട്ടും കൂടെ പാടാം. പാട്ട് പാടി നമുക്ക് എല്ലാവർക്കും ഒരു പെസഹ നേർന്ന് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. ഞങ്ങൾ മെറക്കുട്ടൻ അതിനിടയ്ക്ക് ചെറുതായിട്ട് നമ്മുടെ സ്പൂണിൽ നിന്ന് ഇച്ചിരി മേത്ത് വീണു കേട്ടോ. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നു. അതിന്റെ കരച്ചിലാണ്. ഹലോ ഹലോ അത് സാരമില്ല. കരഞ്ഞു. അതെ സാരമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാടിയ പാട്ട് കോപ്പിറൈറ്റ് അടിച്ചു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡിലേറ്റ് ആക്കി കളയേണ്ട വന്നു. അത് നല്ലൊരു ഈശപ്പാട്ടായിരുന്നു കേട്ടോ അല്ലെ. ഈ പ്രാവശ്യത്തെ പാട്ട് അറിയില്ല കോപ്പിറൈറ്റ് അടിക്കുമെന്ന്. ഏതായാലും എന്തേ ഞങ്ങൾ പാടുവാണ് കേട്ടോ. കോപ്പിറൈറ്റ് അടിച്ച പാട്ടില്ലായിരിക്കും. അടിച്ചില്ലെങ്കിൽ ദേ നമുക്ക് കേൾക്കാം. പാദം തേടി കാവൽ നിൽക്കുമി പാത തന്നിലെ കാന്തം നീ വരുന്ന പോൽ കാറ്റനങ്ങവേ വന്നു നോക്കി ഞാൻ വെറുതെ എനിക്കിനാവിലെ ദിവ്യഗാനമേ ദേവദൂതർ പാടും ആലയങ്ങൾ കാണാൻ ആശയോടെ ഞങ്ങൾ കാത്തിടുന്നു ദേവാ. പൂവിതളായി ഞാൻ നാഥാ താവക പാദം തേടി. അപ്പം എന്നാ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പെസഹ ആചരണം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഗിഫ്റ്റും കിട്ടി. ബുക്ക്. താങ്ക് യു. അവിടുത്തെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം കേട്ടോ. ബോധന ബൈ ബുക്ക് ഷെൽഫ് ഓസ്ട്രേലിയ എന്നിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിലെ പേജിന്റെ പേര് അതൊക്കെ ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നമ്പർ ഞാൻ തന്നേക്കാം. ഓസ്ട്രേലിയയിൽ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. എവിടെയാണെങ്കിലും അവർ ബുക്ക് എത്തിച്ചേരും കേട്ടോ. എന്നാൽ ശരി, നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്കോട്ടെ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞടാ. സംഭവം ഇന്ന് സ്കൂളിൽ ഉറങ്ങിയിട്ടില്ല, അതാണ് സംഭവം.
ഓൾറെഡി ഉറങ്ങി കാണിക്കുക. ഒന്ന് ഉറങ്ങും, അവള് നേരത്തെ ഉറങ്ങും കേട്ടോ. ഇന്ന് സ്കൂളിൽ അവരുടെ പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഒരു മിനിറ്റ് പോലും അവൾ ഉറങ്ങിയിട്ടില്ല. അതെ. അതിന്റെ I want to do your class. ഓക്കെ കണ്ടോ തിരിച്ചു വെച്ചു കണ്ടോ. ഇത് You can help me. ഇനി അടുത്ത ഉടുപ്പിലൊഴിക്കാറായി മിറക്കോട്ടാ. ഇനി ഉടുപ്പ് വീഴരുത് കേട്ടോ. മിറക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് തരാനായിരുന്നോ? ആ ഗുഡ് ഗേൾ. Thank you, Mira. That's enough, baby. ആ ഇനി ഡാഡിക്ക് തരാവോ? താങ്ക് യു മിറ മോളെ. Sorry. I'm sorry. It's okay. നേരത്തെ പറഞ്ഞ് ചെയ്ത കുസൃതിയുടെ സോറി, മനസ്സിൽ കിടപ്പുണ്ട്. അതിന്റെ സോറി ആട്ടെ ഇപ്പൊ കേട്ടത്. ഇറ്റ്സ് ഓക്കെ എന്റെ ചക്കരെ. വാട്ട്? I want to say miss. ഓ യു മേക്ക് എ മെസ്. ഓക്കെ തൂത്തോ. എന്തൊരു നല്ല ഡീസന്റ് കുച്ചാലേ. മിടുക്കി മിറക്കോട്ടാ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാന്ന് പറഞ്ഞിട്ട് ബൈ കൊടുത്തേ. Bye. ബൈ ബൈ. നിമിഷ ബൈ ബൈ. Bye bye.